ഹായ് ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. എല്ലാ കുട്ടികൾക്കും ലേണിംഗ് സ്പോട്ടിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ് പരിസര പഠനത്തിലെ സെക്കൻഡ് യൂണിറ്റ് ആയിട്ടുള്ള ജന്തുലോകത്തേക്ക് എന്ന പാഠഭാഗമാണ്. അതിലെ ആദ്യത്തെ പ്രവർത്തനം പലവിധം അങ്ങനെ സഞ്ചാരം. ഇവിടെ കടലാസ് കൊണ്ട് ജീവികളുടെ രൂപങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഏതെല്ലാം ജീവികളുടെ രൂപങ്ങളാണ് ചിത്രത്തിലുള്ളത്? കടലാസ് മടക്കി ഇവ നിർമ്മിക്കൂ. രൂപങ്ങൾ ചലിപ്പിച്ച് അവയുടെ സഞ്ചാരവും അവതരിപ്പിക്കൂ. എല്ലാ ജീവികളും ഒരേ വിധത്തിലാണോ സഞ്ചരിക്കുന്നത്? സഞ്ചാര രീതിയുടെ അടിസ്ഥാനത്തിൽ ജീവികളെ പട്ടികപ്പെടുത്തൂ. ക്ലാസ് അധ്യാപികയുടെ സഹായത്തോടെ കടലാസ് കൊണ്ട് പലതരം ജീവികളുടെ രൂപങ്ങൾ നിങ്ങൾ ക്ലാസ്സിൽ നിർമ്മിക്കുക. എല്ലാ ജീവികളും ഒരേ വിധത്തിലാണോ സഞ്ചരിക്കുന്നത്? ഇവിടെ പട്ടിക കൊടുത്തിട്ടുണ്ട്, അത് നമുക്ക് പൂർത്തിയാക്കാം. പശു എങ്ങനെയാണ് സഞ്ചരിക്കുന്നത്? കാക്ക സഞ്ചരിക്കുന്നത് പശു സഞ്ചരിക്കുന്നത് പോലെയാണോ? പാമ്പ് സഞ്ചരിക്കുന്നതോ? ഇവരെല്ലാം സഞ്ചരിക്കുന്നത് പോലെയാണോ മീനുകൾ സഞ്ചരിക്കുന്നത്? ഏതെല്ലാം രീതികളിലാണ് ജീവികൾ സഞ്ചരിക്കുന്നത്? നടന്ന് സഞ്ചരിക്കുന്നവയുണ്ട്, ഇഴഞ്ഞ് സഞ്ചരിക്കുന്നവയുണ്ട്, പറഞ്ഞു സഞ്ചരിക്കുന്നവയുണ്ട്, നീന്തി സഞ്ചരിക്കുന്നവയുണ്ട് അല്ലേ? സഞ്ചാര രീതിയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ജീവികളെ പട്ടികപ്പെടുത്തിയാലോ? സഞ്ചാര രീതിയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ജീവികളെ പട്ടികപ്പെടുത്തിയാലോ? നടക്കുന്ന ജീവികളാണ് ആട്, ഒട്ടകം, കുറുക്കൻ, നായ, കുതിര, ജിറാഫ്. അതുപോലെ ഇഴയുന്നവയാണ് ഒച്ച്, പാമ്പ്, മണ്ണിര, പുഴു, കുളയട്ട, മുതല, നീർക്കോലി, തേരട്ട, പഴുതാര. പറക്കുന്നവയോ? തത്ത, പൂമ്പാറ്റ, കാക്ക, തുമ്പി, പരുന്ത്, വവ്വാൽ, മൈന, ചെമ്പോത്ത്, കുരുവി. പക്ഷികളെല്ലാം പറക്കുന്നവയാണ് അല്ലേ? അതുപോലെ നീന്തുന്ന ഏതൊക്കെയാണ്? മത്സ്യം, തിമിംഗലം, കടലാമ, നീരാളി, ഡോൾഫിൻ, സ്രാവ്, കണവ. ഇത് കൂടാതെ കൂടുതൽ ജീവികളെ കൂട്ടുകാർ കണ്ടെത്തൂ. മറ്റേതെങ്കിലും രീതിയിൽ സഞ്ചരിക്കുന്ന ജീവികളുണ്ടോ? തവള, പുൽച്ചാടി തുടങ്ങിയ ജീവികളുടെ സഞ്ചാര രീതി നിരീക്ഷിക്കൂ. ജീവികളുടെ ശരീരത്തിൻ്റെ പ്രത്യേകതകളും സഞ്ചാര രീതിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? തവള എങ്ങനെയാണ് സഞ്ചരിക്കുന്നത്? തവളയെപ്പോലെ ചാടി സഞ്ചരിക്കുന്ന എത്ര ജീവികളെ കൂട്ടുകാർക്കറിയാം? കങ്കാരു അല്ലേ, ചാടിയിട്ടാണ്. അതുപോലെയോ പുൽച്ചാടി, മുയൽ, ഇവരെല്ലാം ചാടിയാണ് സഞ്ചരിക്കുന്നത്. ഈ ജീവികളുടെയൊക്കെ കാലുകളുടെ പ്രത്യേകതകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചാടി സഞ്ചരിക്കാൻ പറ്റുന്ന ശാരീരിക പ്രത്യേകതകൾ ഈ ജീവികൾക്കുണ്ട്. ജീവികളുടെ ശരീരത്തിൻ്റെ പ്രത്യേകതകളും അവയുടെ സഞ്ചാര രീതിയും തമ്മിൽ എന്താണ് ബന്ധം? ഇവിടെ താഴെ ഒരു പട്ടിക കൊടുത്തിട്ടുണ്ട്. ആ പ്രത്യേകതകൾ നമുക്ക് എന്ത് ചെയ്യാം? കണ്ടെത്താം. ജീവി, കുതിര. ശരീരത്തിൻ്റെ സവിശേഷത പിന്നിലേക്ക് മടക്കാവുന്ന 4 കാലുകൾ. സഞ്ചാര രീതി നടക്കുന്നു, ഓടുന്നു. അടുത്ത ജീവി പാമ്പാണ്. കാലുകളില്ല, ശരീരഭാഗം മുഴുവനായി സഞ്ചാരത്തിന് പ്രയോജനപ്പെടുത്തുന്നു. ഇഴയുന്നു, നീന്തുന്നു. അടുത്ത ജീവി പ്രാവാണ്. പ്രാവ് ഒരു പക്ഷിയാണ്. കാലുകളുണ്ട്, ചിറകുണ്ട്. സഞ്ചാര രീതി നടക്കുന്നു, പറക്കുന്നു. അടുത്തത് മത്സ്യമാണ്. രണ്ടറ്റവും കൂർത്ത ശരീരം, വശങ്ങളിലും വാലിലും ചിറകുകൾ. അതിൻ്റെ സഞ്ചാര രീതി നീന്തുന്നു. കൂട്ടുകാരെ, അടുത്ത ചിത്രം നോക്കൂ. ഇവിടെ ഒരു താറാവിൻ്റെ ചിത്രമാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ? താറാവ് എന്താ ചെയ്യുന്നത്? താറാവ് നീന്തുന്നുണ്ട്, അതുപോലെ എന്ത് ചെയ്യുന്നുണ്ട്? പറക്കുന്നുണ്ട്, അതുപോലെ എന്ത് ചെയ്യുന്നുണ്ട്? നടക്കുന്നുണ്ട് അല്ലേ? ഇത്തരത്തിൽ ഒന്നിലധികം രീതിയിൽ സഞ്ചരിക്കുന്ന ജീവികൾ നമ്മൾ തയ്യാറാക്കിയ പട്ടികയിലുണ്ടോ? കൂടുതൽ ജീവികളുടെ സഞ്ചാര രീതി കണ്ടെത്തി എഴുതൂ. കൂട്ടുകാരുമായി ചർച്ച ചെയ്ത് പട്ടിക വിപുലീകരിക്കൂ. താറാവിനെ പോലെ നടക്കുന്നതും നീന്തുന്നതും ചെയ്യുന്ന ഒരു ജീവിയാണ് ആമ. എനിക്ക് ഇഴയാനും നടക്കാനും നീന്താനും കഴിയും. അടുത്തത് തവളയാണ്. തവള എന്താ പറയുന്നത്? എനിക്ക് നീന്താനും ചാടാനും കഴിയും. അടുത്ത ജീവി ഇഴയാനും നീന്താനും കഴിയുന്ന മറ്റൊരു ജീവിയാണ് മുതല. ഓരോ ജീവിക്കും അതിൻ്റെ ശരീരത്തിൻ്റെയും വസിക്കുന്ന ചുറ്റുപാടിൻ്റെയും പ്രത്യേകതകൾക്കനുസരിച്ചുള്ള സഞ്ചാര രീതിയാണുള്ളത്. അടുത്ത പ്രവർത്തനം ആഹാരവും പലവിധം. ഇവിടെ ചിത്രം കൊടുത്തിട്ടുണ്ട് അല്ലേ? 2 ജീവികളുടെ ചിത്രങ്ങളാണ്. ഉറുമ്പുകളും ചെറുപ്രാണികളുമാണ് എൻ്റെ ഇഷ്ടഭക്ഷണം. അടുത്ത പൂമ്പാറ്റ എന്താ പറയുന്നത്? പൂക്കളിലെ മധുരമൂറുന്ന തേനാണ് എനിക്കിഷ്ടം. തൊഴുകയ്യൻ പ്രാണിയും പൂമ്പാറ്റയും പറയുന്നത് വായിച്ചല്ലോ.
ഇതുപോലെ മറ്റു ജീവികളുടെ ആഹാരം ഏതെന്ന് കണ്ടെത്തി എഴുതൂ. നിങ്ങൾ എന്തെല്ലാം ആഹാരമാണ് കഴിക്കുന്നത്? നമ്മുടെ വളർത്തി ജീവിയായ നായയുടെയും പൂച്ചയുടെയും ആഹാരം എന്തൊക്കെയാണ്? സുന്ദരി പൂമ്പാറ്റയുടെ ഭക്ഷണം എന്തായിരിക്കും? എല്ലാ ജീവികളും ഒരേ തരം ആഹാരമാണോ കഴിക്കുന്നത്? ഇവിടെ ഒരു പട്ടിക കൊടുത്തിട്ടുണ്ട്. ആ പട്ടിക നമുക്ക് പൂർത്തിയാക്കാം. പട്ടിക നോക്കൂ. പശുവിൻ്റെ ആഹാരം പുല്ലും വൈക്കോലുമാണ്. കാക്കയുടെ ആഹാരം ധാന്യങ്ങൾ, പഴങ്ങൾ, പ്രാണികൾ, പയറുവർഗ്ഗങ്ങളാണ്. ആനയുടെ ആഹാരം പുല്ലുവർഗ്ഗത്തിൽപ്പെട്ട ചെടികൾ, സസ്യങ്ങളുടെ ഇലകൾ, പഴങ്ങൾ. അണ്ണാനിൻ്റെ ആഹാരം പ്രാണികൾ, വിത്തുകൾ, പഴങ്ങൾ, പുഴുക്കൾ. കോഴിയുടെ ആഹാരം പഴങ്ങൾ, പ്രാണികൾ, പുഴുക്കൾ, വിത്തുകൾ, ധാന്യങ്ങൾ. പരുന്തിൻ്റെ ആഹാരമോ മത്സ്യം, പാമ്പ്, മുയൽ, ചെറുകിളികൾ. പൊന്മാനിൻ്റെ ആഹാരം മത്സ്യമുണ്ട്, ജലത്തിലെ പ്രാണികളുണ്ട്, തവളകളുണ്ട്. തവളയുടെ ആഹാരമോ ഈച്ചയുണ്ട്, പ്രാണികളുണ്ട്, പുഴുക്കളുണ്ട്, നിശാശലഭങ്ങളുണ്ട്, പുൽച്ചാടിയുണ്ട്. കടുവയുടെ ആഹാരമോ മാൻ, മുയൽ, ആട്. പുലിയുടെ ആഹാരം മാനും കുറുക്കനും. ചെറിയ ചെറിയ ജീവികളൊക്കെ കടുവയുടെയും പുലിയുടെയൊക്കെ ആഹാരമാണ്. ഇതിൽ ഏതൊക്കെ ജീവികളാണ് സസ്യഭാഗങ്ങൾ മാത്രം ആഹാരമാക്കുന്നത്? പശു, ആന, അണ്ണാൻ, പുൽച്ചാടി, മാൻ. ഇവയുടെയൊക്കെ ആഹാരം എന്താണ്? സസ്യാഹാരമാണ്. മാംസം മാത്രം ഭക്ഷിക്കുന്ന ജീവികളോ? കടുവ, പുലി, അല്ലേ? അതുപോലെ സസ്യാഹാരവും മാംസാഹാരവും കഴിക്കുന്ന ജീവികളുണ്ട്. രണ്ടും കഴിക്കുന്ന ജീവികളുണ്ട്. അതേതൊക്കെയാണ്? കോഴി, കാക്ക, പരുന്ത്. സസ്യഭാഗങ്ങൾ മാത്രം ആഹാരമാക്കുന്നവയെ സസ്യാഹാരികളെന്നും മാംസം മാത്രം ആഹാരമാക്കുന്നവയെ മാംസാഹാരികളെന്നും വിളിക്കാം. സസ്യഭാഗങ്ങളും മാംസവും ആഹാരമാക്കുന്നവയാണ് മിശ്രാഹാരികൾ. ഇവ വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. നന്നായിട്ടിത് പഠിക്കണം. താഴെ നൽകിയ ജീവികളുടെ ചിത്രത്തിന് സമീപത്തുള്ള വട്ടത്തിൽ സൂചനകൾക്കനുസരിച്ച് നിറം നൽകും. ഇവിടെ മാംസാഹാരികൾക്ക് മഞ്ഞ നിറമാണ്. മിശ്രാഹാരികൾ സസ്യവും മാംസവും ഭക്ഷിക്കുന്ന ജീവികളാണ് മിശ്രാഹാരികൾ. ഇവയ്ക്ക് എന്താണ്? പച്ച നിറമാണ്. സസ്യാഹാരികൾക്ക് ചുവപ്പ് നിറമാണ്. ഇപ്പോൾ ചിത്രം നോക്കൂ. ചിത്രത്തിൽ ഏതെല്ലാം ജീവികളുണ്ട്? ഇവയ്ക്ക് ഇവയുടെ ആഹാരത്തിനനുസരിച്ച് നിറം നൽകൂ. ഇവിടെ മാംസാഹാരികളായിട്ടുള്ളത് മഞ്ഞ നിറമുള്ളത് ആരാണ്? കടുവയാണ്, അല്ലേ? മാംസം ഭക്ഷിക്കുന്നത് മാത്രം. അടുത്തത് മിശ്രാഹാരികളാണ്. പച്ച നിറമുള്ളത് ആരൊക്കെയാണ്? ഇവിടെ കോഴിയാണ്, അല്ലേ? കോഴി എന്താണ്? സസ്യം ഭക്ഷിക്കും, അതുപോലെ ചില പ്രാണികളെയൊക്കെ ഭക്ഷിക്കും. അതുപോലെ തവളയും അങ്ങനെ തന്നെയാണ്, സസ്യവും പ്രാണികളെയും ഭക്ഷിക്കും. അടുത്തത് പല്ലി, എലി സസ്യവും ഭക്ഷിക്കും, അതേപോലെ ചെറിയ ജീവികളെയും ഭക്ഷിക്കും. സസ്യാഹാരികൾ ഏതൊക്കെയാണ്? പശുവുണ്ട്, മാനുണ്ട്, അതുപോലെ ഈച്ചയുണ്ട്, പോത്തുണ്ട്, പൂമ്പാറ്റയുണ്ട്. പൂമ്പാറ്റയൊക്കെ സസ്യങ്ങളുടെ നീരാണ്, ഇലകളാണ് ആഹാരമായിട്ട് ഉപയോഗിക്കുന്നത്. കൂടുതൽ ജീവികളുടെ പേരുകൾ ചേർത്ത് പട്ടിക പൂർത്തിയാക്കും. സസ്യാഹാരികൾ, മാംസാഹാരികൾ, മിശ്രാഹാരികൾ 3 കോളമാണ് തന്നിട്ടുള്ളത്. ഇതിൽ ഇവയുടെ ആഹാര രീതിക്കനുസരിച്ച് പട്ടിക പൂർത്തിയാക്കുക. കുട്ടികളെ പട്ടിക നോക്കൂ. സസ്യാഹാരികൾ ഏതൊക്കെയാണ്? പശു, കുതിര, മുയൽ, ജിറാഫ്, മാൻ, ആട്. മാംസാഹാരികളോ? സിംഹമുണ്ട്, ചെന്നായ, കുറുക്കൻ, പുലി, നായ, പൂച്ച. മിശ്രാഹാരികൾ കാക്ക, കോഴി, മനുഷ്യൻ, താറാവ്, ഉറുമ്പ്, പന്നി, തവള. ഇത് കൂടാതെ ഒരുപാട് ജീവികളുണ്ട്. കുട്ടികളത് കണ്ടെത്തിയിട്ട് പരിസര പഠന പുസ്തകത്തിൽ എഴുതി ചേർക്കൂ. അടുത്ത ചിത്രം എന്താണ്? ചിത്രങ്ങൾ നോക്കൂ. ഏതൊക്കെ ശരീരഭാഗങ്ങളാണ് ഈ ജീവികൾക്ക് ഇരയെ പിടിക്കാനും ആഹാരമാക്കാനും സഹായകമാകുന്നത്? എങ്ങനെ? താറാവ്, പരുന്ത്, തവള, സിംഹം 4 ജീവികളെ കൊടുത്തിട്ടുണ്ട്. ഇവയ്ക്ക് എങ്ങനെയാണ് ഇരകളെ പിടിക്കാൻ ശരീരഭാഗങ്ങൾ സഹായകമാകുന്നതെന്ന് നോക്കാം. പല്ല്, നഖങ്ങൾ, കൊക്ക്, സഞ്ചാരവേഗം തുടങ്ങിയ ശാരീരിക സവിശേഷതകൾ ജീവികൾക്ക് ഇര പിടിക്കുന്നതിന് സഹായിക്കുന്നു. ചില ജീവികളും അവയുടെ പ്രത്യേകതകളും പരിചയപ്പെടാം. താറാവ് എണ്ണമയമുള്ള തൂവലുകൾ, തുഴ പോലുള്ള കാലുകൾ, പരന്ന ചുണ്ടുകൾ. പരുന്ത് വിസ്താരവും ശക്തിയുള്ളതുമായ ചിറകുകൾ, മികച്ച കാഴ്ചശക്തി, വളഞ്ഞു കൂർത്ത നഖങ്ങൾ, ചുണ്ടുകൾ. തവള ഇര പിടിക്കാൻ എന്താണ് സഹായിക്കുന്നത്? പുറത്തേക്ക് നീട്ടാവുന്ന പശിമയാർന്ന നാക്ക്, തുഴ പോലുള്ള കാലുകൾ, വഴുവഴുപ്പുള്ള ശരീരം. സിംഹത്തിന് അനുകൂലമായത് എന്താണ്?
കരുത്തുറ്റ ശരീരം, വേഗത്തിൽ സഞ്ചരിക്കാനുള്ള കഴിവ്, കൂർത്തു നീണ്ട പല്ലുകൾ, കൂർത്തു ബലമേറിയ നഖങ്ങൾ. മാംസാഹാരികൾ കൂർത്ത നഖങ്ങൾ ഇരയെ കീഴ്പ്പെടുത്താൻ പ്രയോജനപ്പെടുത്തുന്നു. കൂർത്ത് മൂർച്ചയേറിയ പല്ലുകൾ ഉപയോഗിച്ച് അവ ഇരയെ കടിച്ചു കീറുന്നുണ്ട്. മാംസാഹാരികളായ പക്ഷികളോ അവയ്ക്ക് തങ്ങളുടെ ബലമുള്ളതും കൂർത്തതുമായ ചുണ്ടുകൾ കൊണ്ട് ഇരയെ കൊത്തിയെടുത്ത് ആഹാരമാക്കാൻ കഴിയും. ബലമേറിയ കാലുകളും കൂർത്തു വളഞ്ഞ നഖങ്ങളും ഇവയെ എന്തിനു സഹായിക്കുന്നു? ആഹാര സമ്പാദനത്തിന് സഹായിക്കുന്നുണ്ട്. സസ്യഭാഗങ്ങൾ ചവച്ചരയ്ക്കുന്നതിന് അനുയോജ്യമായ ഘടനയാണ് സസ്യാഹാരികളായ ജീവികളുടെ പല്ലുകൾക്കുള്ളത്. അല്ലേ? പശുക്കളൊക്കെ എങ്ങനെയാണ്? പശുക്കൾ ആ പുല്ല് ചവച്ചരച്ച് കഴിക്കാൻ അനുയോജ്യമായിട്ടുള്ള പല്ലുകളാണ് പശുക്കൾക്കുള്ളത്. അല്ലേ? പശു, മാന്, പോത്ത് ഇവയ്ക്കൊക്കെ ഉള്ളത് അങ്ങനെയാണ്. അടുത്ത് നോക്കിക്കോ, ഒരു ചിത്രം കണ്ടോ? പല രൂപം ഒരു ജീവിതം. മിത്ര മുറ്റത്ത് കളിക്കുകയായിരുന്നു. ചെടിയിൽ കുറേ ഇളം മഞ്ഞ മുത്തുകൾ. മിത്ര അമ്മയെ വിളിച്ചു. അമ്മ ഇലകൾ നോക്കി. ഇത് ചിത്രശലഭത്തിൻ്റെ മുട്ടയാ മോളെ. മുട്ടയിൽ നിന്ന് പൂമ്പാറ്റ വിരിഞ്ഞിറങ്ങുന്നതിനായി അവൾ കാത്തിരുന്നു. പക്ഷേ അവൾ കണ്ടത് പുഴുക്കളെയാണ്. ഈ മുട്ടകൾ പൂമ്പാറ്റയുടേതല്ല അമ്മേ. മോളെ, ഈ പുഴുക്കളാണ് പൂമ്പാറ്റകളായി മാറുന്നത്. ഇവയെ ലാർവ എന്നാണ് പറയുന്നത്. മിത്രയ്ക്ക് കൗതുകമായി. തുടർന്നുള്ള ദിവസങ്ങളിൽ പുഴുവിനുണ്ടായ മാറ്റങ്ങൾ അവൾ ക്യാമറയിൽ പകർത്തി. ചിത്രം നിരീക്ഷിക്കൂ. ഓരോ ഘട്ടത്തിൻ്റെയും പേരുകൾ അന്വേഷിച്ച് കണ്ടെത്തി എഴുതൂ. പ്രത്യേകതകൾ എൻ്റെ പരിസര പഠന പുസ്തകത്തിൽ എഴുതൂ. ഇവിടെ ചിത്രം കൊടുത്തിട്ടുണ്ട് പൂമ്പാറ്റയുടേത് അല്ലേ? നമ്മൾ കണ്ടിട്ടുണ്ടാവും പൂമ്പാറ്റകൾ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവോ? ഇലകളുടെ അടിയിൽ മുട്ടയിട്ട് വെച്ചിട്ട് കുറേ ദിവസം കഴിയുമ്പോൾ പ്യൂപ്പയായി മാറിയതിന് ശേഷം അവ എന്താവും? പൂമ്പാറ്റയായി മാറും അല്ലേ? കറിവേപ്പിൻ്റെയും മറ്റും ഇലകളുടെ അടിയിൽ നിരീക്ഷിച്ചാൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ശലഭമുട്ടകൾ കണ്ടെത്താൻ കഴിയും. ഇവിടെ പൂമ്പാറ്റയുടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ഇതിന് നിറം നൽകിയിട്ടില്ല. നിങ്ങൾ എന്ത് ചെയ്യാം? പൂമ്പാറ്റകൾക്ക് നിറം കൊടുത്ത് ഭംഗിയാക്കുക. ഇവിടെ 2 പൂമ്പാറ്റയുടെ ചിത്രം കൊടുത്തിട്ടുണ്ട് അല്ലേ? ഈ പൂമ്പാറ്റകളെ നോക്കൂ. 2 ചിറകുകളിലെയും നിറവിന്യാസം ഒരുപോലെയല്ലേ? നിങ്ങൾ നിറം നൽകിയ പൂമ്പാറ്റയ്ക്കോ? എല്ലാ പൂമ്പാറ്റകളുടെയും ചിറകുകളും ഒരുപോലെയാണോ? നിങ്ങളുടെ പരിസരത്തുള്ള പൂമ്പാറ്റകളെ നിരീക്ഷിച്ച് കണ്ടെത്തലുകൾ ക്ലാസ്സിൽ അവതരിപ്പിക്കൂ. പൂമ്പാറ്റകളെ തിരിച്ചറിയുന്നതിനായി ഓരോ ഇനത്തിലും പേരുകൾ നൽകിയിട്ടുണ്ട്. പൂമ്പാറ്റകൾക്കും പേരോ? ഇവിടെ 2 പൂമ്പാറ്റേനെ കൊടുത്തിട്ടുണ്ട് അല്ലേ? വിലാസിനി, മഞ്ഞപ്പാപ്പാത്തി. നിങ്ങളുടെ പരിസരത്ത് നിരീക്ഷിച്ചാൽ ഒരുപാട് പൂമ്പാറ്റകളെ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും. നിങ്ങൾ കണ്ടെത്തിയ പൂമ്പാറ്റകളെ ഫോട്ടോ എടുത്ത് അത് നോട്ട് പുസ്തകത്തിലേക്ക് അതിൻ്റെ പേരുകൾ കൂടി എഴുതി ചേർക്കൂ. കേരളത്തിൽ കാണപ്പെടുന്നവയിൽ ഏറ്റവും വലിയ ചിത്രശലഭം ഗരുഡശലഭമാണ്. ചെറുതോ രത്നനീലിയുമാണ്. കേരളത്തിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ശലഭം ബുദ്ധമയൂരിയാണ്. ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ ചിത്രങ്ങൾ? ഗരുഡശലഭം, ബുദ്ധമയൂരി, രത്നനീലി. നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ചില പൂമ്പാറ്റകളുടെ ചിത്രങ്ങൾ താഴെ നൽകിയിരിക്കുന്നു. തീച്ചിറകൻ അല്ലേ? 2ാമത്തേത് നാട്ടുകോമാളി. 3ാമത്തേത് നീലക്കടുവ, ചക്കരശലഭം, പുള്ളിക്കറുമ്പൻ, നാരകക്കാളി. ഇതുകൂടാതെ ഒരുപാട് ശലഭങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നിങ്ങളത് അന്വേഷിച്ചിട്ട് അവയൊക്കെ കണ്ടുപിടിക്കണം. നിങ്ങളുടെ പ്രദേശത്തുള്ള പൂമ്പാറ്റകളെ നിരീക്ഷിച്ച് പേരുകൾ കണ്ടെത്തി എഴുതും. നിങ്ങളുടെ പരിസരത്തുള്ള പൂമ്പാറ്റകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തി നിങ്ങളുടെ പരിസര പഠന പുസ്തകത്തിൽ എഴുതി ചേർക്കും. പൂമ്പാറ്റകൾ 2 തരത്തിൽ സസ്യങ്ങളെ ആശ്രയിക്കുന്നു: മുട്ടയിടാനും ആഹാരത്തിനും. നാരകക്കാളി ശലഭം സാധാരണയായി മുട്ടയിടുന്നത് നാരകം, പാണൽ എന്നീ സസ്യങ്ങളിലാണ്. ഇവിടെ പുഴുക്കൾ ഭക്ഷണമാക്കുന്നത് ഈ ചെടികളുടെ ഇലകളാണ്. ഇവ പൂമ്പാറ്റയായി കഴിഞ്ഞാൽ തേൻ കുടിക്കുന്നത് ചെമ്പരത്തി, മന്ദാരം, മുസാന്ത തുടങ്ങിയവയുടെ പൂക്കളിൽ നിന്നാണ്. പൂമ്പാറ്റകൾ മുട്ടയിടാൻ എത്തുന്ന സസ്യങ്ങൾ ഏതെല്ലാമാണെന്ന് അറിയണ്ടേ? കറിവേപ്പ്, നാരകം, വാഗ, കൂവളം, മൾബറി, മുസാണ്ട, എരുക്ക്, ഈശ്വരമുല്ല. ചിത്രശലഭങ്ങൾ ആകർഷിക്കുന്ന ചില ചെടികളെ നമുക്കറിയാം അല്ലേ? ചില ചെടികളിൽ ഒരുപാട് ചിത്രശലഭങ്ങൾ നമ്മൾ കൂടുതലായിട്ട് കാണാം. അതേതൊക്കെയാണ്? കൃഷ്ണകിരീടം, സൂര്യകാന്തി, സീനിയ, വാടാമുല്ല, ചെണ്ടുമല്ലി, ചെമ്പരത്തി, അഡീനിയം അല്ലേ? ഇവിടെ കണ്ടിട്ടില്ലേ? വിദ്യാലയത്തിൻ്റെ ജൈവവൈവിധ്യ ഉദ്യാനത്തിൽ കൃഷ്ണകിരീടം
കിലുക്കി, കറിവേപ്പ്, നാരകം, അരളി തുടങ്ങിയ ശലഭങ്ങളെ ആകർഷിക്കുന്ന ചെടികൾ നട്ടുപിടിപ്പിക്കൂ. ഏതെല്ലാം ശലഭങ്ങളാണ് ഉദ്യാനത്തിലെത്തുന്നതെന്ന് നിരീക്ഷിക്കൂ. എത്രമാത്രം വൈവിധ്യമാർന്ന ജീവികളാണ് നമുക്ക് ചുറ്റുമുള്ളത്. അവ എവിടെയെല്ലാമാണ് വസിക്കുന്നത്? കാട്ടിൽ വസിക്കുന്നുണ്ട് അല്ലേ? അതുപോലെയോ കുളത്തിൽ വസിക്കുന്നുണ്ട്, പിന്നെയോ പുഴയിൽ വസിക്കുന്നുണ്ട്. പിന്നെ എവിടെയാണ്? വയലുണ്ട്, കാവുണ്ട്, മരമുണ്ട്, കുന്നുണ്ട്, തോടുണ്ട്. ഇവയെല്ലാം അനേകം ജീവികളുടെ വാസസ്ഥലമാണ് അല്ലേ? ഇവ ഇല്ലാതായാൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാവുക എന്ന് പറഞ്ഞേ. ജീവികൾക്ക് എന്തൊക്കെ നഷ്ടങ്ങളാണ് ഉണ്ടാവുക? മനുഷ്യൻ്റെ കടന്നുകയറ്റം മൂലം ഇതൊക്കെ ഇല്ലാണ്ടായിട്ടുണ്ട് അല്ലേ? കുളങ്ങളും പുഴകളും വയലും കാവൊന്നും ഇല്ലാണ്ടായിട്ടുണ്ട്. ഇവ ഇല്ലാണ്ടായാൽ ജീവികൾക്ക് വാസസ്ഥലം നഷ്ടമാകും. മറ്റു ചില ജീവികളുടെ എണ്ണം കൂടും. കുറേ ജീവികളുടെ എണ്ണം കുറയും. മനുഷ്യരുടെ നിലനിൽപ്പ് തന്നെ എന്താവും? ഇല്ലാതാവും അല്ലേ? ഭൂമി എല്ലാവർക്കും അവകാശപ്പെട്ടതാണല്ലോ അല്ലേ? ജീവികൾ വസിക്കുന്ന ഈ ചുറ്റുപാടുകൾ എന്താണ്? നാം സംരക്ഷിക്കേണ്ടതാണ്. അത് നമ്മുടെ കടമയാണ്. അതിനായി നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും? എന്തൊക്കെ ചെയ്യാം നമുക്ക്? മാലിന്യങ്ങൾ വലിച്ചെറിയാതിരിക്കാം. പിന്നെയോ കീടനാശിനികളുടെ അമിതമായിട്ടുള്ള ഉപയോഗം ഒഴിവാക്കാം. ജലാശയങ്ങൾ മലിനമാകാതെ സംരക്ഷിക്കാം. രാസവളങ്ങളുടെ ഉപയോഗം നിർത്താം. ജീവികളുടെ വാസസ്ഥലങ്ങൾ സംരക്ഷിക്കാം. നിങ്ങൾ കുട്ടികളാണ്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. നിങ്ങൾ മുതിർന്നവരോട് ഇതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം അല്ലേ? അടുത്തത് വിലയിരുത്താം എന്ന പ്രവർത്തനമാണ്. തൻ്റെ വീട്ടിലെ വളർത്തു ജീവികളായ പൂച്ചയുടെയും ആടിൻ്റെയും ആഹാര രീതികളും ശാരീരിക സവിശേഷതകളും നിരീക്ഷിച്ച് പട്ടികയിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ് മീനു. കൂടുതൽ വിവരങ്ങൾ പട്ടികയിൽ ചേർക്കും. ഇവിടെ പൂച്ചയുടേത് എന്താണ്? മാംസാഹാരം കഴിക്കുന്നു, കാലിൽ കൂർത്ത നഖങ്ങളുണ്ട്. പിന്നെ എന്താണ് സവിശേഷത? മൂർച്ചയേറിയ പല്ലുകളാണ്. പൂച്ച പ്രസവിക്കുന്ന ജീവിയാണ്. ശരീരത്തിൽ ധാരാളം രോമങ്ങളുണ്ട് അല്ലേ? അടുത്തത് ആടോ? സസ്യാഹാരമാണ് അത് കഴിക്കുന്നത്. പിന്നെ കാലിൽ കൂർത്ത നഖങ്ങളില്ല, പരന്ന പല്ലുകളാണ് അല്ലേ? അവ ചവച്ചരയ്ക്കാൻ പുല്ലാണ് കഴിക്കുന്നത്. സസ്യാഹാരിയാണ്. ചവച്ചരയ്ക്കാൻ പറ്റുന്ന തരം പരന്ന പല്ലുകളാണുള്ളത്. പിന്നെയോ ആട് പ്രസവിക്കുന്ന ഒരു ജീവിയാണ്. പിന്നെ ശരീരത്തിൽ കട്ടിയുള്ള തോലുകളാണുള്ളത് അല്ലേ? കൂടുതൽ സവിശേഷതകൾ നിങ്ങൾ കണ്ടെത്തി എഴുതാം. അടുത്ത ചിത്രം നോക്കൂ, നന്നായി ശ്രദ്ധിക്കൂ. എന്തൊക്കെയാണ് ജീവികൾ അതിൽ ഒളിഞ്ഞു കിടപ്പുണ്ടല്ലോ? ഒരുപാട് ജീവികൾ. എന്താണെന്നൊന്ന് പറഞ്ഞേ. ഞാൻ കണ്ടെത്തിയ ജീവികളൊന്ന് പറയുകയാണേ, നിങ്ങളും കൂടുതലായിട്ട് കണ്ടെത്തുക. നീരാളി, നക്ഷത്ര മത്സ്യമുണ്ട്, ഞണ്ടുണ്ട്, ഡോൾഫിൻ, തിരണ്ടി, കടലാമ, കൊഞ്ച്, സ്രാവുണ്ട്, കടൽ കുതിരയുണ്ട്. ഇതൊക്കെ നിങ്ങൾ കണ്ടെത്തണം കേട്ടോ. കണ്ടെത്തിയതിന് ശേഷമാണ് എഴുതിയെടുക്കുക. ആഹാര രീതിയുടെ സവിശേഷതകൾക്കനുസരിച്ച് താറാവ് ഏത് വിഭാഗത്തിൽപ്പെടുന്നു? താറാവ് സസ്യാഹാരവും മാംസാഹാരവും കഴിക്കുന്നതിനാൽ മിശ്രാഹാരിയുടെ വിഭാഗത്തിലാണ് പെടുന്നത്. താറാവും പരുന്തിനെ പോലെയുള്ള ഇരപിടിയനായിരുന്നുവെങ്കിൽ അതിന് ഏതെല്ലാം ശാരീരിക സവിശേഷതകൾ ഉണ്ടായിരിക്കാം? നിങ്ങൾ താറാവിൻ്റെ കുത്തുകളിലൂടെ ഒന്ന് വരച്ച് ചേർത്തി, എന്നിട്ട് നല്ല മനോഹരമായിട്ട് നിറം കൊടുത്ത് ഭംഗിയാക്കിക്കേ. അതുപോലെ പരുന്തിനെ പോലെ ഇരപിടിയനായിരുന്നുവെങ്കിൽ താറാവിൻ്റെ ചുണ്ടും കാലുകളും എങ്ങനെയായിരിക്കും? അത് നിങ്ങളൊന്ന് വരച്ച് ചേർക്കുക. തുടർ പ്രവർത്തനങ്ങൾ. നമുക്ക് ചുറ്റുമുള്ള ചിത്രശലഭങ്ങൾ ഒരേ വലുപ്പത്തിലും നിറത്തിലുമുള്ളവയാണോ? നിങ്ങളുടെ പരിസരത്തുള്ള ചിത്രശലഭങ്ങളെ നിരീക്ഷിച്ച് സാമ്യങ്ങളും വ്യത്യാസങ്ങളും കണ്ടെത്തുക. ചിത്രങ്ങൾ ശേഖരിച്ച് ശലഭ ആൽബം നിർമ്മിക്കുക. നിങ്ങൾ ഒരുപാട് പൂമ്പാറ്റകളുടെ ചിത്രശലഭങ്ങളുടെ അത് ശേഖരിച്ചിട്ട് നിങ്ങളുടെ പരിസര പുസ്തകത്തിൽ അവ എന്ത് ചെയ്യുക? ഒട്ടിക്കുക. അതിൻ്റെ വ്യത്യാസങ്ങൾ എന്തൊക്കെയായിരിക്കാം? ചിത്രശലഭങ്ങൾ വലുപ്പത്തിലും നിറത്തിലും ആകൃതിയിലും ചിറകുകളിലും രൂപങ്ങളിലും വ്യത്യസ്തമുള്ളവയാണ് അല്ലേ? മുൻ പേജുകളിൽ നൽകിയ വിവിധ പേരുകളിലായി നൽകിയ ചിത്രശലഭങ്ങളുടെ ചിത്രങ്ങൾ ശലഭാൽബ നിർമ്മാണത്തിൽ നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം. കഴിയുമെങ്കിൽ ഓരോ ചിത്രശലഭത്തെ ലഘുകുറിപ്പുകളും തയ്യാറാക്കാം.
നിങ്ങളുടെ വിദ്യാലയത്തിന് സമീപമുള്ള കുളം, വയൽ, കാട്, പുൽമേട് എന്നിവയിൽ ഏതെങ്കിലും ഒരു സ്ഥലം സന്ദർശിച്ച് അവിടെയുള്ള വൈവിധ്യമാർന്ന ജീവികളെ കണ്ടെത്തൂ. അവിടെ പ്രത്യേകമായി കാണുന്ന ഏതെങ്കിലും 2 ജീവികളുടെ സവിശേഷതകൾ ഉൾപ്പെടുത്തി ഒരു നിരീക്ഷണക്കുറിപ്പ് തയ്യാറാക്കും. അവിടെ നമുക്ക് ഏതൊക്കെ ജീവികളെ കാണാം? തവളേനെയൊക്കെ കാണാം, അതുപോലെ കൊക്കിനെ കാണാം അല്ലേ? അപ്പോൾ തവളേനെ കുറിച്ചാണെങ്കിൽ എന്ത് പറയാം? തവള കരയിലും വെള്ളത്തിലും ജീവിക്കാൻ കഴിയുന്ന ജീവിയാണ്. പിന്നെന്താണ്? തവളകൾ തന്നെ പലതരത്തിലുണ്ട്. ചാടുന്നതിനും നീന്തുന്നതിനും അനുയോജ്യമായ കാലുകൾ അവയ്ക്ക് തവളയ്ക്കുണ്ട്. ഈച്ച, പുഴുക്കൾ, ചെറുപ്രാണികൾ തുടങ്ങിയവയെ ആഹാരമാക്കുന്ന തവള മാംസാഹാരികളുടെ കൂട്ടത്തിലാണ് പെടുന്നത് അല്ലേ? അതുപോലെ കൊക്കാണെങ്കിൽ എന്തെഴുതാം? ജലാശയങ്ങൾക്കരികിലായി വസിക്കുന്ന പക്ഷിയാണ് കൊക്ക്. ജലജീവികളെയാണ് ഇവ പ്രധാനമായും ആഹാരമാക്കുന്നത്. നീണ്ട കാലുകളും നീണ്ട ചുണ്ടുകളും കൊക്കിൻ്റെ പ്രത്യേകതയാണ്. വ്യത്യസ്ത ഇനങ്ങളിലുള്ള കൊക്കുകളുണ്ട്. മാംസാഹാരികളുടെ കൂട്ടത്തിൽ പെടുന്നൊരു ജീവിയാണ് കൊക്ക്. ഇതെല്ലാം നിങ്ങൾക്ക് എഴുതി ചേർക്കാം. കുട്ടികളെ, ഇന്നത്തെ ക്ലാസ് ഇവിടെ കഴിയുകയാണ്. നമ്മളിന്ന് പഠിച്ചത് ജീവികളും അവയുടെ സവിശേഷതകൾ, അതുപോലെ പൂമ്പാറ്റകൾ, അവയുടെ പ്രത്യേകതകൾ, നമ്മുടെ ചുറ്റുപാടുമുള്ള ജീവികളുടെ പ്രത്യേകതകളും അവയുടെ വാസസ്ഥലങ്ങളും അവയുടെ ആഹാര രീതിയും എല്ലാം നമ്മളിന്ന് പഠിച്ചു. അപ്പം നിങ്ങളിന്ന് പഠിച്ച കാര്യങ്ങളൊക്കെ നന്നായി പഠിച്ച് മനസ്സിലാക്കിയിട്ട് കാര്യങ്ങളെ നിങ്ങൾ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.